നിങ്ങൾക്ക് ഒരു യൂസ് കാർ വാങ്ങിക്കാനുള്ള പ്ലാൻ ഉണ്ടോ? അതിന് ലോൺ ആവശ്യമായി വരുമോ? യൂസ്ഡ് കാർ ലോൺ ടെൻഷൻ ഇല്ലാതെ എങ്ങനെ അപ്രൂവൽ ആക്കാം എന്നുള്ളത് ഞാൻ സിമ്പിൾ ആയി പറഞ്ഞുതരാം. ഒരു യൂസ്ഡ് കാർ ലോൺ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് കിട്ടാവുന്ന ഒരു ലോൺ ആണ്. ഒരു ന്യൂ കാർ ലോണുമായി കമ്പയർ ചെയ്യുമ്പോൾ യൂസ് കാർ ലോണിന്റെ EMI കുറവായിരിക്കും. പ്രോസസിംഗ് വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഹസിൽ ഫ്രീ ആണ്, ഈസി ആണ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു യൂസ് കാർ വാങ്ങിക്കാൻ പോകുമ്പോൾ നമ്മളത് എത്രാമത്തെ RC ഓണർ ആണ്, അതിന്റെ മാനുഫാക്ചറിംഗ് ഇയർ, ഇതെല്ലാം നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇത് ലോണുമായി ഡയറക്ട്ലി ബന്ധമുള്ള കാര്യങ്ങളാണ്. കാരണം കാലപ്പഴക്കം കൂടുതലാണെങ്കിൽ ലോൺ കിട്ടാനുള്ള ചാൻസ് കുറയും, അല്ലെങ്കിൽ ലോൺ വാല്യൂ കുറയാൻ ചാൻസ് ഉണ്ട്. സാധാരണയായിട്ട് യൂസ് കാർ വാങ്ങിക്കുന്ന സമയത്ത് വരുന്ന ഒരു വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഡീലർ സജസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് നിന്നായിരിക്കും കസ്റ്റമേഴ്സ് ലോൺ എടുക്കുന്നത്. പല ബാങ്കുകളിലും യൂസ് കാർ ലോൺ എടുക്കുന്ന സമയത്ത് അതിന്റെ ഇൻഷുറൻസ്, പ്രോസസിംഗ് ചാർജ്, ഇൻട്രസ്റ്റ് റേറ്റ് ഇതൊക്കെ ഭയങ്കര വ്യത്യാസമുണ്ട്. ഇനി മുന്നേ നിങ്ങൾ എടുത്തിരിക്കുന്ന യൂസ്ഡ് കാർ ലോണിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുതലാണെങ്കിൽ അത് നമുക്ക് ലോൺ ടേക്ക് ഓവർ ചെയ്തിട്ട് കുറഞ്ഞ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലേക്ക് ആക്കാനുള്ള മാർഗവും ഇപ്പൊ അവൈലബിൾ ആണ്. അങ്ങനെ ലോൺ ടേക്ക് ഓവർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ റീപേയ്മെന്റ് പെർഫെക്റ്റ് ആയിരിക്കണം. ഇല്ലെങ്കിൽ ടേക്ക് ഓവർ ചെയ്യുന്ന സമയത്ത് ബാങ്ക് അത് റിജക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരു യൂസ്ഡ് കാർ ലോൺ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഇൻട്രസ്റ്റ്, ലോ പ്രോസസിംഗ് ചാർജസ്, ഇന്റേണൽ ചാർജസ് ഇല്ലാതെ ഹസിൽ ഫ്രീ ആയിട്ടുള്ള ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫിൻകാർഡ് ക്യാപിറ്റലുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്.